ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഇന്നും ഉച്ച സമയത്താണ് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു ലഞ്ചാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് വെള്ളനാട് സൈഡിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ ഭാഗത്തുള്ള ഒരു നാടൻ കട, ഓക്കെ, ചെറിയ കട, അവിടേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ സമയം 11:30, അവിടെ 12 മണിക്ക് മുന്നേ എത്താം. അങ്ങനെ നമ്മൾ വെള്ളനാട് ദേവീ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പോകണം. ഇത് വളരെ ഫേമസ് ആണ്, ഇവിടുത്തെ ഭഗവതി ടെമ്പിൾ, വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം. അതിൻ്റെ മുന്നിലൂടെ സഞ്ചരിക്കുവാണിപ്പോൾ. അങ്ങനെ ഹോട്ടൽ കുഴിക്കടയുടെ ഫ്രണ്ടിലെത്തി. ഇവിടുത്തെ സ്പെഷ്യൽ പഴങ്കഞ്ഞിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഊണ്, ഉച്ചയൂണ്, പഴങ്കഞ്ഞി. ഉത്രാടം കുഴിക്കട. ഇങ്ങനെ കുഴിയിലേക്ക് താഴേക്കാണ് പോകേണ്ടത് കേട്ടോ. സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വെള്ളനാട് കുഴിക്കടയിലെ പഴങ്കഞ്ഞി ഉച്ചയൂണും. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. രാവിലെ മുതൽ 8 മണി തൊട്ട് പഴങ്കഞ്ഞി കിട്ടും. പിന്നെ 100 റുപ്പീസിൻ്റെ ഒരു ഊണാണ്. എല്ലാം കൂടി ചേർന്ന്, എന്താ പറയുക, മീൻ എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു ഊണുണ്ട് ഇവിടെ. നമസ്കാരം. അപ്പോൾ ഇവിടുത്തെ അടുപ്പെല്ലാം വിറകടുപ്പാണ്. ഇന്നത്തെ മീൻ എന്താ സ്പെഷ്യൽ? ചാളയും കൊഴിയാളയും. ഓക്കെ, അതാണ് ഫ്രൈ ചെയ്യുന്നത്. മസാലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെല്ലാം. ക്രിസ്പി വറുത്ത് ഊരിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് കുഴിയിലെ കടയുടെ ഉടമസ്ഥൻ മിസ്റ്റർ പ്രസാദ്. അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട്. വൈഫിൻ്റെ പേരെന്താ? അശ്വതി. ഇവർ രണ്ടാളുമാണ് നടത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇവർക്കല്ലാതെ തന്നെ കേറ്ററിംഗ് ഒക്കെ നേരത്തെ ഉള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ ഷോപ്പായിട്ട് തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അല്ലേ? ഓക്കെ. നല്ലൊരു രസമുണ്ട്. കുഴിയിലെ കടയൊക്കെ പേരൊക്കെ അടിച്ച് വിളിച്ചു ഇറങ്ങി വരുന്നതാണല്ലോ. അപ്പോൾ നല്ല ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രാവിലെ തൊട്ട് പഴങ്കഞ്ഞി കിട്ടും അല്ലേ? പഴങ്കഞ്ഞിയുടെ കൂടെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. പഴങ്കഞ്ഞി, ചട്ടിക്കകത്ത് പഴങ്കഞ്ഞി, കപ്പ, ചക്ക കാണും. ഓക്കെ. കപ്പ, അതിന്റെ പുറത്ത് തൈര്, അതിന്റെ പുറത്ത് ചെറിയ ഉള്ളി, ഓടംകൊല്ലി മുളക്, പിന്നെ പുളിശ്ശേരി, ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ചട്ടിയിൽ കൊടുക്കുന്നത്. അത് എത്ര ചാർജ് ചെയ്യുന്നത് നിങ്ങൾ? ഒരു 100 രൂപ. കറിയായിട്ടുണ്ട്. തലേ ദിവസം നമ്മൾ ചട്ടിയിൽ വറ്റിച്ച മീൻ, പിന്നെ ഉണക്കമീൻ ചുട്ടത്, പിന്നെ അതെല്ലാം ഉണ്ട്. ഓക്കെ. ഇത്രയും കൂടെയാണ് 100 റുപ്പീസ്. ഇഞ്ചിപ്പൊടി ചമ്മന്തി, കൊഞ്ചുപൊടി, കൊഞ്ചുപൊടിയുടെ ചമ്മന്തി. അപ്പൊ എല്ലാം കൂടി 100 വാങ്ങിക്കുന്നുള്ളൂ. അച്ചാറ്. ഓക്കെ, അതൊന്ന് കാണിച്ചു തരണേ അതെങ്ങനെയാണെന്ന്. പിന്നെ ഊണ് സമയം ഉച്ചയ്ക്ക് അല്ലേ? പക്ഷെ ഉച്ചയ്ക്ക് വന്നാലും പഴങ്കഞ്ഞിയും കുടിക്കാൻ വേണമെങ്കിൽ അല്ലേ, അതും കിട്ടും. ഓപ്ഷനാണ്, വേണമെങ്കിൽ ആവാം. പിന്നെ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ മീൻകറി വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. അത് കോമൺ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണോ ഊണിന് വേണ്ടിയിട്ട്? അതായത് മീനിൻ്റെ ചാറ് അല്ലേ? ആവശ്യത്തിന് ഗ്രേവി വെച്ചിരിക്കുന്നതാണ്, ഫിഷ് ഗ്രേവി. ആൻഡ് അതുപോലെ പുളിശ്ശേരി. ഇതങ്ങനെ വിളമ്പേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം പരിപ്പും സാമ്പാറും നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും. ഈ 2 കാര്യങ്ങൾ ആവശ്യാനുസരണം എടുക്കാം. പിന്നെ ചിലവ് ആദ്യം ഒഴിക്കുന്നതേ ഉള്ളൂ, സ്ഥലമില്ല. പിന്നെ ഇലയിലെ ഊണ് തന്നെയാണ് ഉച്ചയ്ക്ക്. പിന്നെ ഉച്ചയ്ക്ക് ഊണിന് എത്ര രൂപ വാങ്ങിക്കുന്നത്? 100 റുപ്പീസ്. അതിനകത്ത് ഫിഷ് ഫ്രൈ ഉണ്ടാവും. 4 കറികൾ, തൊട്ടുകറി 4. സാമ്പാർ, പുളിശ്ശേരി, മീൻ കറി. ഓക്കെ. അടുത്തായിട്ട് ചെറിയൊരു തട്ടില് കുറച്ച് ചിക്കൻ തോരൻ, ഒരു വറുത്ത മീൻ, കുറച്ച് തൈര്, കുറച്ച് പായസം, ഒരു പായസവും. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. 100 രൂപയുടെ ഊണ് ഭയങ്കര ലാഭമാണ് നമുക്ക് കഴിക്കുന്നവർക്ക്. ഇതെങ്ങനെ മുതലാവുന്നു ഇപ്പോഴത്തെ സാധന വിലയിലൊക്കെ? ഇവര് 3 പേര് ചേർന്നാണ് ചെയ്യുന്നത്. എന്താ പറയാ, ഇതിന്റെ കഴിക്കുന്നവർക്ക് ഒരു 10 രൂപ സേവാകും. ഒരുപാട് ലാഭം എടുത്ത് അതാണ് നിങ്ങൾ ഇവര് ലാഭം വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. കൂടുതൽ ആൾക്കാരിലേക്ക് നടക്കില്ല. അതെ, കൂടുതൽ കച്ചവടം വരുമ്പോൾ കുറച്ച് ലാഭമാണെങ്കിലും ഒരു എമൗണ്ട് കിട്ടുമല്ലോ. അങ്ങനെ അല്ലെ അത്യാഗ്രഹമൊന്നുമില്ല. അങ്ങനെ ഒരു ഓടിപ്പോണം, അത്രേ ഉള്ളൂ കാര്യം. അതെ, കറക്റ്റ്. നല്ല കോൺസെപ്റ്റാണ്. ഇത് കുഴിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കുഴിയിലേ കടന്നത്. ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ വിപുലീകരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അല്ലേ. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ അങ്ങനെ ആവട്ടെ. എന്തായാലും കൊള്ളാം, സന്തോഷം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഒരു പഴങ്കഞ്ഞി സെറ്റ് ചെയ്യുന്ന കാണാം. എന്നിട്ട് നമുക്കൊരു ഊണ് കഴിക്കാം.
ഇവിടുത്തെ പഴങ്കഞ്ഞിയുടെ ഒരു സെറ്റിംഗ് നോക്കിക്കോളൂ. ഇങ്ങനെയാണ് ഒരു പഴങ്കഞ്ഞി. 100 റുപ്പീസിൻ്റെ പഴങ്കഞ്ഞിയാണ്. ക്വാണ്ടിറ്റി ഓഫ് പഴങ്കഞ്ഞി ധാരാളം ഒഴിക്കും. പിന്നെ കപ്പ വയ്ക്കുന്നു, നല്ല ഉടച്ച മരിച്ചീനി അഥവാ കപ്പ, നല്ല കുറുകിയ തൈര് ഉടച്ചതാണ്, കുറുകിയ മോര്, ഇനി ചെറിയ സവാള അരിഞ്ഞത്, പുളിശ്ശേരി ഒഴിക്കുന്നു, ഉടംകൊല്ലി മുളക്. ഇതാണ് ചട്ടിയിൽ വരുന്ന കാര്യങ്ങൾ. ഇനി സൈഡിലാണ് മീനും മറ്റു കാര്യങ്ങളും. ഉണക്ക മീൻ ചുട്ടതാണിത്. ഇപ്പോൾ ചുട്ടതൊന്നും കാണാനില്ല. ഇവിടെ വിറകടുപ്പൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് ചുടാൻ എളുപ്പമാണ്. മുളക് വറുത്തതും ചെമ്മീൻ ചമ്മന്തി അല്ലേ. ഓക്കെ, ഉണക്ക ചമ്മന്തി. ഇനി അച്ചാറ്. ഇതെന്ത് അച്ചാറാണ്? നെല്ലിക്കയാണോ? പുളിഞ്ചിക്ക. ഓക്കെ, പുളിഞ്ചിക്ക അച്ചാറ്. തലേ ദിവസത്തെ മീൻ വറ്റിച്ചതാണ് കേട്ടോ. ഇതെന്ത് മീനായിരുന്നു? ചാളമീൻ തലേദിവസം ഉണ്ടാക്കി ചട്ടിയിൽ തന്നെ വെച്ചേക്കും. ഇങ്ങനെ വറ്റിച്ചെടുത്തതാണ് പിറ്റേ ദിവസം ആകുമ്പോൾ. ഇത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പഴങ്കഞ്ഞിക്ക് ബെസ്റ്റാണ്. ഇനി ഒരു ഫ്രൈഡ് ഫിഷും കൂടി വെക്കും. ഇതും മത്തി തന്നെയാണ് അല്ലേ? ചാളം. ഓക്കെ, ഇതാണ് കോമ്പിനേഷൻ. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇത് 100 റുപ്പീസേ ഉള്ളൂ. ഇത് ഭയങ്കര ലാഭമാണ്. പിന്നെ എക്സ്ട്രാ എത്ര വേണമെങ്കിലും പുളിശ്ശേരിയും ചാറും പിന്നെ മീൻ ചാറും വേണമെങ്കിൽ ടേബിളിൽ വെച്ചിരിക്കുന്ന മീൻ ചാറും എല്ലാം എടുക്കാൻ സാധിക്കും. കൊള്ളാലോ, അടിപൊളി. എക്സ്ട്രാ മുളകോ? ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മുളക് അല്ലേ? ഓക്കെ, നോക്കട്ടെ. ഇത് ഉടംകൊല്ലി തന്നെയാണോ? ഉടംകൊല്ലി അതെ, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് മുറിച്ചിട്ട്. എക്സ്ട്രാ എരിവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതും എക്സ്ട്രാ ഇടാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. അടിപൊളി. വാവ്, ഇത് നോക്കിയേ, നല്ല ചൂട് കഞ്ഞിവെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളവും റെഡി. അപ്പം ഞാൻ പഴങ്കഞ്ഞി സെറ്റ് ചെയ്ത കണ്ടില്ല. ഇനി ചോറ്. ഓക്കെ, ഇല ചോറ് ഊണ് നോക്കട്ടെ. ഇലിമ്പാമ്പുളി. എന്ത് തോരനാ? ബീറ്റ്റൂട്ട് തോരൻ, കൂട്ടുകറി. അതൊരു സലാഡ് റൈത്ത പോലെ. ടൊമാറ്റോ, ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. ചമ്പാവരി ചോറാണല്ലോ. യെസ്. പരിപ്പും സാമ്പാറും ഞാൻ കഴിക്കില്ല. വേണ്ട, ഞാൻ ഇവിടെ നിന്ന് എടുത്തോളാം. ഓക്കെ, മറ്റേ പുളിശ്ശേരിയൊക്കെ. ഇതാണ് സൈഡ് ഡിഷസ്. ഇത് മോര്, ഇത് പായസം, ഇത് ചിക്കൻ തോരൻ, ഇത് മത്തി വറുത്ത്, ചാള വറുത്ത്. ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടി ചേർന്ന് 100 റുപ്പീസേ ഉള്ളൂ. ഇതിനകത്ത് മീൻ ചാറുണ്ട്, വേണമെങ്കിൽ എക്സ്ട്രാ. ഇതിന് പുളിശ്ശേരിയും പിന്നെ സാമ്പാറും പരിപ്പും വരും. വേണമെന്നുണ്ടെങ്കിൽ അതും ആകാം. ഓക്കെ, കുറച്ച് പരിപ്പ് ഒഴിക്കാം എന്തായാലും. ഇതിവിടുത്തെ സാമ്പാർ ഇതാണ്. നല്ല തിക്ക്, നല്ല കട്ടി സാമ്പാർ കണ്ടല്ലോ. പരിപ്പ് പപ്പടം ആദ്യത്തെ കോഴ്സ്. നമ്മളിതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ ഡിന്നേഴ്സിനൊക്കെ പല കോഴ്സ് ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, സൂപ്പ് തൊട്ട് തുടങ്ങുന്നത്. അതുപോലെയാണ് നമ്മുടെ ഒരു സദ്യവട്ടം അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിലും ഒരു ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്. ആദ്യം പരിപ്പ് പപ്പടം നെയ്യ്, അതാണല്ലോ കോമ്പിനേഷൻ. പിന്നെ സാമ്പാർ വരും, അവസാനം പുളിശ്ശേരി, മോര്, അങ്ങനത്തെ കാര്യങ്ങൾ, രസം. ഇതിപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മീനിൻ്റെ ചാറ് വെച്ച് കഴിക്കാം. നല്ല ഫുഡ്, വെരി നൈസ്. അച്ചാർ, കേമ, ബീറ്റ്റൂട്ട് തോരൻ നോക്കട്ടെ. ഇവർക്ക് വർഷങ്ങളുടെ കേറ്ററിംഗ് പാരമ്പര്യമുള്ള ആൾക്കാരാണ് നടത്തുന്നത്. നല്ല ഫുഡ്. അവർക്ക് ഭക്ഷണമായിട്ടപ്പോൾ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണല്ലോ. ഞാൻ കൂട്ടുകറി, നല്ല കൂട്ടുകറി. നമ്മുടെ സദ്യയിലെ കൂട്ടുകറി പോലെ ഉരുളക്കിഴങ്ങുകളിട്ട് വടയില്ലാന്നേ ഉള്ളൂ. ചിക്കൻ തോരൻ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഗംഭീരം, നന്നായിട്ടുണ്ട്. ഇനി കുറച്ച് മീൻ കറി കൂട്ടി കഴിക്കട്ടെ. ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറിയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റ്, വളരെ ടേസ്റ്റി. ഇതിൻ്റെ ചാറ് മാത്രം മതി, ചോറുണ്ട്.
നല്ല അത്യാവശ്യം എരിവുണ്ട്. എല്ലാം ഉണ്ട്, എരിവും പുളിയും ഒക്കെ ഉണ്ട്. ഫിഷ് ഫ്രൈ, ഫ്രഷ് ഫിഷ് കൊള്ളാം കേട്ടോ, ഗംഭീരം. ഇത് ഇത്രയും പാക്കേജാണ്. ഇങ്ങനെ എക്സ്ട്രാ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ ഇച്ചിരി ഉണക്ക ചെമ്മീൻ ചമ്മന്തി കൊണ്ടുവരാൻ പറയാൻ പോകും. ഉണക്ക കരുവാട്, ഉണക്കമീൻ ചുട്ടതും ഞാൻ ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഇതേ ഉണക്ക കരുവാട് ചുട്ടത്. ഇതെന്ത് മീനായിരുന്നു? ഇത് മത്തി തന്നെയായിരുന്നോ? ചാള തന്നെ. ഓക്കെ, ശരി ശരി, താങ്ക് യു. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, നമ്മുടെ ചമ്മന്തിപ്പൊടി പോലെയാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, ഡ്രൈ ആയിട്ട്. അടുത്ത ചമ്മന്തിയാണ്. ഉണക്കമീൻ അറിയാലോ, എൻ്റെ ഫേവറേറ്റ്. നന്നായിട്ടുണ്ട്, നല്ല പച്ച മീൻ ഉണക്കിയത് തന്നെ, ഫ്രഷ്. പഴങ്കഞ്ഞി കഴിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കിട്ടും. റൈസിൻ്റെ കൂടെ വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടും. ഇവിടെ തിരക്ക് തുടങ്ങുന്നു, 12:30 മണി കഴിഞ്ഞു. കുറേ പാർസൽ പോവും, വന്നിരുന്ന് കഴിക്കുന്നവരുമുണ്ട്. ഈ അച്ചാറ് സെലക്ട്, നല്ല അച്ചാറും എല്ലാം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. മോര് നോക്കട്ടെ, മോര് നല്ല കട്ടി തൈരാണ്. കറക്റ്റാണ്, കുടിയല്ല, ഓവറല്ല. ചിലപ്പോൾ നമുക്ക് ഭയങ്കര പുളിച്ച തൈരായിരിക്കും ചില സ്ഥലത്ത് കിട്ടുന്നത്. മോരാണെങ്കിൽ ഇതങ്ങനെയല്ല, ആവശ്യത്തിന്. ഇങ്ങനെ നമ്മൾ എല്ലാം കൂട്ടി കഴിക്കുക. നല്ലൊരു തനി നാടൻ ഭക്ഷണം, വെരി ടേസ്റ്റ്. കപ്പ വേണമെങ്കിൽ അതും എടുക്കാം. നല്ലൊരു ഹോംലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഇവരുടെ ഈ അച്ചാറും ഉണക്കച്ചെമ്മീനാണെങ്കിൽ നമ്മളെ തേങ്ങ വറുത്ത ചമ്മന്തിപ്പൊടി ഉണ്ടാക്കില്ല, അതുപോലെയാണ് ചെയ്തത്. വെരി ടേസ്റ്റ്. എനിക്ക് ചെറിയ മീനുകളാണ് ജനറലി ഇഷ്ടം, അയല, മത്തി, അങ്ങനത്തെയൊക്കെ. അത് കറക്റ്റായിട്ട് അത് തന്നെ കിട്ടി. ഒഴിച്ചേരി നോക്കട്ടെ. പുളിശ്ശേരി കൊള്ളാം, ഒരു മധുരമൊക്കെയുള്ള പുളിശ്ശേരി. നമ്മുടെ ഈ പൈനാപ്പിളോ പഴമൊക്കെ ഇട്ട് ചെയ്യില്ല, അതുപോലെ സെലക്ട്. അങ്ങനെ കുശാലായിട്ട് ഞാൻ ആസ്വദിച്ച് കഴിച്ച് തീർക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കാം. ഇതെല്ലാം കൂടി 100 റുപ്പീസ് ഉള്ളി. ഞാൻ എടുത്തു പറയുകയാണ്, കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും വില കുറച്ചൊക്കെ കൊടുക്കുകയെന്ന് പറയുമ്പോൾ അതും ഹൈജീനിക്കായിട്ട് വിറകടുപ്പിലുണ്ടാക്കി 3 പേരുടെ അധ്വാനമാണ്. പുറത്തുള്ള ആൾക്കാർ ആരുമില്ല, വീട്ടുകാർ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതാ പറഞ്ഞത്, ഈ സാധന വിലയിലൊക്കെ ഇങ്ങനെ ആവശ്യമായിട്ട് അൺലിമിറ്റഡ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും വൃത്തിയായിട്ടും മനസ്സ് നമുക്ക് അവർ തരുന്ന തൃപ്തിയോടുകൂടിയാണ്. കഴിക്കുന്നവർക്ക് നല്ല തൃപ്തി കിട്ടും. അങ്ങനത്തെ ഒരു ഭക്ഷണശാല ഇവിടെ ഒരു ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരാൾ കഴിച്ചിട്ട് പോയി. ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് ചോദിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ട് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക്. ചേട്ടാ, ഇവിടുത്തെ ഊണ് എങ്ങനെയാണ് ചേട്ടൻ? നല്ല ഗുണമാണ്. അടിപൊളി. അതെ. എവിടുന്ന് വരുന്നത്? അടുത്താണോ? 6 കിലോമീറ്റർ ദൂരം. 6 കിലോമീറ്റർ ദൂരം ഇവിടെ വരും. ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്കല്ല, എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും വരും. ഓ, എന്നുകൊണ്ടാണ് ഊണ് കഴിക്കുന്നത്? എന്ന് ഇവിടെ നിന്ന്. അതെ, 100 രൂപയ്ക്ക് ഭയങ്കര ലാഭമല്ലേ? നല്ല ലാഭം. അതെ, ലാഭമാണ്. എൻ്റെ പേര് ബിൽസൺ. 6 കിലോമീറ്റർ അപ്പുറം ഏതാ സ്ഥലം? ചെറുകുളം, ആര്യനാട്. അവിടെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. ഓ, ആൻഡ് ദ ലാസ്റ്റ് ഞാനെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ ഡിസേർട്ട് കടല പായസം. കൊള്ളാം. എനിക്ക് സ്വീറ്റ് ഇഷ്ടമായതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം നല്ല തിരക്കായി, 1 മണിയായി. ഈ റൂം ഫുള്ളായി. എൻ്റെ അടുത്ത ആളെത്തി കഴിഞ്ഞു. വെഞ്ഞാറമൂട്ടുകാരനാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇവിടെ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടുപിട്ടു. ആദ്യമായിട്ടാണ് കാണുന്നത്. പറഞ്ഞപ്പോൾ സ്ഥലമൊക്കെ പറഞ്ഞപ്പോൾ അറിയാം. ഓക്കെ, വെഞ്ഞാറും എല്ലാ ടേബിളൊക്കെ ഫുള്ളായി, അപ്പുറത്തും എല്ലാം. നിങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമോ? നേരത്തെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. ഇഷ്ടമല്ലേ ഇവിടുത്തെ ഫുഡ്? വെള്ളനാടിൻ്റെ അഭിമാനമാണെന്നാണ് പറയുന്നത് ഈ കട. ഓക്കെ.
അപ്പോൾ ഇതാണ് ടീം. ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയും കൂടെ ഉള്ളൂ ഇവിടെ. ഇവർ 3 പേര്. പിന്നെ അവർ തന്നെ വേണം. ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചവർ ചോദിക്കും 100 രൂപയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് മുതലാവുള്ളൂ. ചിക്കൻ തോരൻ ഉൾപ്പെടെ കൊടുക്കാനേ ചെറിയ ലാഭം അല്ലേ, കൂടുതൽ കച്ചവടമാണ് മനസ്സിലാഗ്രഹം. അതെ അതെ മനസ്സിലായി. നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അല്ലേ, മനസ്സിലായി. എന്തായാലും നല്ല ഭക്ഷണം. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം. പോയിട്ട് സാധാരണ ജംഗ്ഷനിലാകുമ്പോഴും എല്ലാവർക്കും പെട്ടെന്ന് നല്ല ഫുഡ് കൊടുത്താൽ ആൾക്കാർ അറിഞ്ഞു വന്നാലേ പറ്റുള്ളൂ. കുഴിയിലെ കടക്ക് കുഴിയിലാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, ഗംഭീരം. ഈ കുഴിയിൽ നിന്ന് മുകളിലേക്ക് വരട്ടെ എത്രയും പെട്ടെന്ന്. ഓക്കെ ഓക്കെ, അപ്പോൾ സന്തോഷം. എവിടെയാണ് നിങ്ങൾക്ക് GPay ഒക്കെ ഉണ്ടോ? GPay ഇതല്ല, അയ്യോ ഇതൊക്കെ എന്തോന്ന് ചെറിയ കാര്യം അയച്ചിട്ടുണ്ട്. താങ്ക് യു, പോയിട്ട് വരാം. ശരി. അങ്ങനെ നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് ഈ വീഡിയോ, അതായത് ഈ കുഴിയിലെ കടയുടെ വീഡിയോസ് ഒരുപാടൊന്നും വന്നിട്ടില്ല. ഒരാളെ മറ്റോ ചെയ്തിട്ടുള്ളൂ തോന്നുന്നത്. ഇപ്പോൾ ഞാനാണെന്ന് തോന്നുന്നു സെക്കൻഡ് പേഴ്സൺ സോഷ്യൽ മീഡിയയിൽ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇനി ഒരുപാട് ആൾക്കാർ വരട്ടെ. ഓക്കെ, ഇതാണ് കുഴിയിലെ കട. രസമുണ്ട്, ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, നല്ല ഭക്ഷണം കൊടുത്താൽ എവിടെയാണെങ്കിലും ആൾക്കാർ വരും എന്നുള്ളതാണ്. അപ്പോൾ ഹാപ്പി ആയിട്ട് മനസ്സും വയറും ഒക്കെ നിറഞ്ഞു പോകും. ഇതൊരു പെട്രോൾ പങ്കിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. മെയിൻ റോഡാണ്. ഒൺലി തിങ് ഈസ് റോഡിൻ്റെ ഫ്രണ്ടിലല്ലാന്നേ ഉള്ളൂ, സൈഡിലായിട്ട് താഴോട്ടിറങ്ങണം. അങ്ങനെ കുഴിയിലെ കടയിലെ ഭക്ഷണമെല്ലാം കഴിച്ച് പോയാൽ ഹാപ്പി. ഇനി ഒരു ജ്യൂസ് കുടിച്ചാലോ? നമുക്കൊരു ജ്യൂസ് കടയിൽ കയറാം. അതും ഈ പോകുന്ന വഴിക്ക് തന്നെയാണ്, വെള്ളനാട് ഭാഗത്തുനിന്ന്. ബിനീഷ് ഫ്രൂട്ട് സ്റ്റോൾ എന്നാണ് ഈ കടയുടെ പേര് കേട്ടോ. ഇത് അത്യാവശ്യം ഭയങ്കര തിരക്കാണ് കേട്ടോ സാധാരണ രീതിയിൽ. ഇപ്പോൾ ഇച്ചിരി അപ്പോൾ ഇതേ പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒന്നും അടുക്കിയിട്ടൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ, നമുക്കെന്തല്ലേ, നോ പ്രോബ്ലം. ഇത് ഓറഞ്ച്, പൈനാപ്പിൾ, പഴം, ഗ്രേപ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, മാതളമൊക്കെ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർബത്ത് ഇങ്ങനെ ഇടിച്ചിടിച്ചാണ് ചേട്ടൻ, അങ്ങനെ മിക്സിയിൽ അടിച്ചിട്ടല്ല, ഇടിച്ച് ചതച്ച് ഇങ്ങനെ സർബത്താക്കി തരുന്ന ഒരു രീതിയാണ്, ഗ്ലാസ്സിലിട്ടിട്ട് കാണാം. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റിങ്ങിലാണ്. കാര്യം ഇവിടെ നല്ല തിരക്കാണ്. എങ്ങനെ വെച്ചാൽ ചേട്ടൻ ഓരോ കപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും, മിക്സിയിലല്ലല്ലോ ചെയ്യുന്നത്. പൈനാപ്പിൾ പീസസും ആപ്പിൾ കഷ്ണങ്ങൾ പിന്നെ ഇത് വെച്ചിട്ടാണ് ഇടിക്കുന്നത്, ഇടിച്ച് ചതയ്ക്കും. കുറച്ച് പഞ്ചസാര, കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഓക്കെ, കുറച്ച് മുന്തിരിങ്ങായിരുന്നു. ഇത് എനിക്കുള്ളതല്ല കേട്ടോ, ഇത് വേറെ ആൾക്കാർക്കാണ്. കപ്പലണ്ടി, യെസ്, കുറച്ച് കപ്പലണ്ടി, മുന്തിരിങ്ങ. അടുത്ത ഈന്തപ്പഴം. ഇനിയിപ്പോൾ കുറേ കൂടെ ഡിമാൻഡ് ആവുമല്ലോ, സമ്മറല്ലേ, ചൂട് കാലം. ഇപ്പോൾ എപ്പോഴും ഡിമാൻഡാണ് അല്ലേ? ആ അത് ശരി, തുടങ്ങിയത് താമസിച്ചാണോ ഇന്ന്? ഓ ലേറ്റായി. ഓക്കെ ഓക്കെ, പ്രശ്നമില്ല, വന്ന് കിട്ടിയാൽ മതി. ഓക്കെ, എല്ലാം കൂടെ വീണ്ടും മാഷ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇടുന്നു. എല്ലാത്തിലും ബൂസ്റ്റ് തന്നെയാണോ ഇടുന്നത്? വീണ്ടും മാഷിങ്. റോബസ്റ്റ പഴം, ഓരോ പഴം ഇട്ടു. ചേട്ടനെ സമ്മതിക്കണം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം. ഒരേ സമയം വരും അല്ലേ? ഓ, അറ്റ് എ ടൈം 10-12 ഗ്ലാസ് നിരത്തി വെച്ചിട്ടും ഇതുപോലെ ചെയ്യുന്ന പറയുന്നത്. ദാറ്റ്സ് ഗുഡ്. ഇത് നമ്മുടെ കസ്കസ്, കുതിർത്ത കസ്കസ് ചേർക്കണു. പിന്നെന്താ ചേർക്കുന്നത്? അവല്. ഓ ഓക്കെ, അവല് ചേർക്കും. ഒരു സമ്പൂർണ്ണ ആഹാരമായി കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ആയി. കുറച്ച് നറുനണ്ടി അല്ലേ, അതിൻ്റെ സിറപ്പ് ഒഴിച്ചു.
അങ്ങനെ നല്ല സൂപ്പർ ഫുഡ് റെഡിയായി. ഇതാണ് ഇവിടുത്തെ ഒരു ഫ്രൂട്ട് സർബത്ത് അല്ലേ. ഐസ് വാട്ടറാണ്. കുറച്ച് ചേട്ടൻ എത്ര ചാർജ് ചെയ്യുന്ന ഒരെണ്ണം? 50 രൂപയുള്ളൂ. ഓ only 50 rupees. എത്ര കെയർഫുള്ളായിട്ടാണ് ചേട്ടൻ ചെയ്യുന്നത് നോക്കി. അടിപൊളി. ഇതാണ് കാത്തിരുന്ന 2 ആളുകൾ, അവർക്ക് കൂടി. ഓക്കെ, ഇനി എൻ്റെ സർബത്ത് ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ ബിനീഷ് ഫ്രൂട്ട് സ്റ്റോളിൻ്റെ അകത്ത് കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എന്താ പറയുക, കൈ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കുമായിരിക്കും. പക്ഷേ അറ്റ ടൈം തന്നെ ചേട്ടൻ കുറേ എണ്ണം ഇങ്ങനെ ഇടിച്ചടിച്ച് ചെയ്യുന്നത്. ആൾക്കാർ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നത്. എനിക്കൊരു ഫ്രൂട്ട് ഇത് ഇവിടെ എന്താ വേണമെന്ന് പറഞ്ഞേ? വേറെ എന്താ വേണം പറഞ്ഞല്ലേ? ഇതേ സാധനമാണോ? ഓ അടിപൊളി. ഇവിടുത്തെ സർബത്തിന് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. ഞാൻ ചോദിക്കായിരുന്നു, ഈ സമ്മറാകുമ്പോൾ ഇനി കൂടില്ലേ ഇവിടെ ഡിമാൻഡ്? അങ്ങനെയൊന്നുമില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരുപോലെയാണ് ഡിമാൻഡ്. ചേട്ടനെ ഒന്ന് കിട്ടിയാൽ മതിയില്ല. ചിലപ്പോൾ കട തുറക്കാൻ താമസിക്കുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വിഷമിക്കും, വന്നില്ലല്ലോ. ഇത് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ഉറിയാക്കോട്, വെള്ളനാടിനടുത്താണ്. ഉറിയാക്കോട് PO വെള്ളനാട്. ഇതൊരു ബസ്സിൻ്റെ ഒരു ഷെൽട്ടർ ഉണ്ട് തൊട്ട് ഫ്രണ്ടിൽ, ആ ഭാഗത്താണ്. സർവീസ് സഹകരണ ബാങ്ക് ഉറിയാക്കോട് ബ്രാഞ്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് തന്നെ പറയാം. എളുപ്പമില്ല, റോഡ് സൈഡാണ്. അപ്പോൾ ഓരോന്നും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. 50 രൂപയെ വാങ്ങിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ന്യൂട്രിറ്റീവായിട്ട് കഴിക്കാൻ പറ്റുന്നത്, നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, അവലുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഉള്ളി തിങ്ങി ഷുഗർ ചേർക്കുന്നു എന്നുള്ളത്. ഷുഗർ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഷുഗർ വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവർക്ക് ഇഷ്ടത്തിന് ചെയ്യാം. ഇറ്റ്സ് നൈസ്. ഒരു നേരത്തെ ഭക്ഷണമാണ്. പക്ഷേ നമ്മളിപ്പോൾ നല്ല ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടാണ് ഈ ഒരു ഫുള്ള് കഴിക്കുന്നത്. ഫ്രൂട്ട്സ് നമ്മൾ പല കടകളിലും പോയി പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട് സർബത്ത് കഴിച്ചിട്ടാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഇത് വളരെ വളരെ വ്യത്യസ്തമാണ് ഈ ചേട്ടൻ്റെത് മറ്റുള്ളവരിൽ നിന്നെല്ലാം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് ഇടിച്ചടിച്ച്. എത്ര വർഷമായിട്ടാ? 33 years. അതിനോട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നല്ലേ? ഇതേ പാറ്റേൺ 33 വർഷമായിട്ട് ചെയ്യുന്ന. അപ്പോൾ അത്രയും പ്രാക്ടീസ് ആയി കഴിക്കും. ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണോ? ഈ സ്പോട്ടിൽ തന്നെ ആയിരുന്നോ 33 വർഷമായിട്ടും? കുറച്ചുകൂടെ ചെറുതായിരുന്നു ആദ്യം തുടക്കം, ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി. ഓക്കെ, താങ്ക് യു. അതെ, സമ്പൂർണ്ണാഹാരം അടിപൊളി. നോക്കട്ടെ, അടിപൊളി. ഞാൻ പറയട്ടല്ലോ, ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടയുടെ സക്സസ് ആണ്. 30 years ആയിട്ട് അദ്ദേഹം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേ സ്പെഷ്യൽ ടേസ്റ്റാണ്. മധുരമുണ്ട്, ആവശ്യത്തിനുണ്ട്. ഞാൻ പഞ്ചസാര കുറച്ചിട്ടാണ് പറഞ്ഞത്, അത്രയ്ക്ക് മധുരമുണ്ട്. ഇടയ്ക്ക് കപ്പലണ്ടിയും എല്ലാം കഴിക്കാനും അവല്, ഓൾ ദ ഫ്രൂട്ട്സ്, എല്ലാ ഫ്ലേവറും വരുന്നുണ്ട്. ടു ഗുഡ്. ഇല്ല, ഐസ് ഇടുന്നില്ല, ഐസ് വാട്ടർ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് തണുപ്പൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ബട്ട് വെരി നൈസ്. ഓക്കെ ചേട്ടാ, അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. വരണം, വരാത്തവർ. ഇവിടെ എല്ലാവരും വരുന്ന സ്ഥലമാണ്. ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം അറിയാം, ഈ നാട്ടുകാർക്കെല്ലാം വളരെ ഫെമിലിയറാണ്. അങ്ങനെ കുഴിയിലെ കടയിൽ നിന്നും നല്ല ഒരു ഭക്ഷണം, ഉച്ചയ്ക്ക് നല്ല നാടൻ ഇലയിൽ ഊണെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മധുരത്തിൻ്റെ ക്രേവിങ്സൊക്കെ മാറാനായിട്ട് നല്ലൊരു സർബത്ത് കുടിച്ചു കഴിഞ്ഞു. ഇനി എന്ത് വേണം? അങ്ങനെ ബിനീഷ് ഫ്രൂട്ട് സ്റ്റോളിലെ ചേട്ടൻ്റെ മിക്സ്ഡ് ഫ്രൂട്ട് സർബത്തൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വരാത്ത ആൾക്കാരൊക്കെ വരിക, എക്സലൻ്റ് ആണ്. ഈ 2 സ്ഥലങ്ങളും നല്ലതായിട്ട് വരാൻ പറ്റുന്നതാണ്, ഹൈലി റെക്കമെൻഡഡ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ